അവധിയില് HR സ്പെഷ്യലിസ്റ്റ് എന്നുള്ള ഒരു കോഴ്സ് അല്ല എടുക്കുന്നത്. അതെ അതെ, HR സ്പെഷ്യലിസ്റ്റ്. ഇപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കമ്പനിയുടെ പേരൊന്ന് പറയാം. ഹൈടെക് അക്കാദമിയാണ്, കോഴിക്കോടാണ് ലൊക്കേഷൻ ആയിട്ട് വരുന്നത്. കാലിക്കറ്റാണ് ലൊക്കേഷൻ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു HR സ്പെഷ്യലിസ്റ്റ് എന്നുള്ള ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ കാരണം? എനിക്ക് HR ആയിട്ട് വർക്ക് ചെയ്യാനാണ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ കോഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലി ലഭിക്കും. ദാറ്റ്സ് വൈ ഞാൻ ഇത് ചൂസ് ചെയ്തു, ഈ കോഴ്സ് ചൂസ് ചെയ്തു. ഓക്കെ, അപ്പോ അവോധയെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞത്? അവോധയെ പറ്റി ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിരുന്നു അറിഞ്ഞത്. ഫ്രണ്ട് വഴിയാണ് അറിഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് എത്ര നാളെടുത്തോ? മീൻസ് കംപ്ലീറ്റ് ആക്കിയില്ല എന്ന് പറഞ്ഞു. എന്നാലും കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്ര ടൈം വരെ കണ്ടിട്ടുണ്ടായിരുന്നു? ഒരു 3 months ആയിരുന്നു ഡ്യൂറേഷൻ. അപ്പോ പ്ലേസ്മെന്റിന്റെ ഭാഗത്തുനിന്ന് അവോധയുടെ പ്ലേസ്മെന്റിന്റെ ഭാഗത്തുനിന്നുള്ള കോർഡിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? പ്ലേസ്മെന്റിന്റെ ഭാഗത്തുനിന്നുള്ള കോർഡിനേഷൻ നല്ല സപ്പോർട്ടായിരുന്നു. നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓക്കെ, ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഓക്കെ, അത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ എന്താ കറക്റ്റ് ആയിട്ട് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ലൈവ് സെഷൻ ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ആ ടൈമിൽ അപ്പൊ തന്നെ എന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ എന്ത് ഫീൽഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്? MBA ആണ്, MBA HR സ്പെഷ്യലൈസ് ചെയ്താണ്. MBA HR ആണ് അല്ലേ? പിന്നെ ഇപ്പോ കമ്പനിയിലെ വർക്കിംഗ് ടൈം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കമ്പനിയിലെ വർക്കിംഗ് ടൈം 9 to 6 ആണ്. 9 to 6 ആണ്. മൺഡേ ടു ഫ്രൈഡേ ആണോ, അല്ലെ മൺഡേ ടു സാറ്റർഡേ? സാറ്റർഡേ വരെ ഉണ്ട്. ചില ടൈമിൽ സൺഡേസ് ഓപ്പൺ ആണ്. സൺഡേസ് ഓപ്പൺ ഉണ്ടാവും അല്ലേ? അപ്പോൾ അവിടെ ഇപ്പോൾ ഫ്രഷറായിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ എന്താണെങ്കിലും ഒബ്വിയസ്ലി നമുക്ക് ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റഡ് ഓപ്പറേഷൻ റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ അവർ അസിസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ടോ കമ്പനി സൈഡിൽ? ഡൗട്ട്സ് ഒക്കെ കമ്പനി ക്ലിയർ ചെയ്ത് തരും. അതൊന്നും അവര് എന്താ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ഒക്കെ നമുക്ക് തന്നിട്ട് അതിലൊന്നും പ്രശ്നമില്ല. കൊളീഗ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യണോ? സപ്പോർട്ടിംഗ് ആണ്. ഓക്കെ, കമ്പനി കംപ്ലീറ്റ്ലി എൻറ്റയർലി HR റിലേറ്റഡ് തന്നെയാണോ നടത്തുന്നത്? ഇത് ആക്ച്വലി ഇറ്റ്സ് അക്കാദമിയാണ്. കരിയർ കൗൺസിലിംഗ് സർട്ടിഫിക്കേഷൻ കോഴ്സ്, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസും സോഫ്റ്റ്വെയർ സർവീസും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ജോബ് റോൾ നിലവിൽ മായയുടെ ജോബ് റോൾ എന്താണ്? ഓക്കെ, ഞാനിപ്പോ ഇന്റേൺ ആണ്. എന്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഒരു പ്രോജക്റ്റ് ന്യൂലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിലേക്ക് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാൻ അസിസ്റ്റ് ചെയ്യണം, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണം, കാൻഡിഡേറ്റ്സിനെ കറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം. അതാണ് എൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദെൻ മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഡോക്യുമെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോ എംപ്ലോയീസിന്റെ കാര്യങ്ങളെല്ലാം മാനേജ്മെന്റ് എല്ലാം, അതായത് ഓവറോൾ മാനേജ്മെന്റ് ആണ്. എംപ്ലോയീസിന്റെ പേറോൾ ഒന്നും നോക്കുന്നില്ല, ഇന്റർവ്യൂവിനൊക്കെ അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോ അവോധയിലേക്ക് വരുന്ന ടൈമിൽ ജോലി കിട്ടുമെന്ന് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിലേക്ക് കയറാൻ പറ്റും അല്ലെങ്കിൽ ഒരു പ്ലേസ്മെന്റ് കിട്ടുമെന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു 2800 എന്നുള്ള ഒരു ഫീസ് സ്ട്രക്ചർ അത് അഫോർഡബിൾ ആയിരുന്നു? അത് ആ ടൈമില് അഫോർഡബിൾ ആയിരുന്നു. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ജോബാണ് ആവശ്യം. അതിന് വേണ്ടിയിട്ട് 2800 സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അതെ, അപ്പൊ അതല്ലാതെ അവോധയുടെ വേറെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയാം? ഓക്കെ, അതായത് വാക്കൻസീസ് കറക്റ്റ് ആയിട്ട് എന്താ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നു. വാക്കൻസീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഏറ്റവും, അതായത് മായക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് തന്നെയാണ് അല്ലെ? അതെ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ അവോധയിലേക്ക് ഒരു കോഴ്സ് എടുക്കാൻ അല്ലെങ്കിൽ ഇപ്പൊ HR സ്പെഷ്യലിസ്റ്റ് എന്നുള്ള ഒരു കോഴ്സ് ചൂസ് ചെയ്യാനിരിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇപ്പോ ഫാമിലി മെമ്പേഴ്സും റിലേറ്റീവ്സ് ആരെങ്കിലും ഒരു സജഷൻ ചോദിക്കണം, അവോധയിൽ പഠിച്ചാൽ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ജോബ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മായയുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുള്ള ഒരു ഒപ്പീനിയൻ? ഓക്കെ, അങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ എന്താ അവോധയിൽ ജോയിൻ, അതായത് കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം ത്രൂ അവോധ വഴിയായിരുന്നു ഞാനിവിടെ ജോയിൻ ചെയ്തത്. അതുകൊണ്ട് ഞാൻ
അവോധയിൽ കോഴ്സ് എടുക്കാൻ വേണ്ടി അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവോധയുടെ ഓവറോൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് പറയുന്നത് അല്ലേ? അവോധ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, ഇനിയും നമുക്ക് വേണ്ടി ഒരു ഇത്രയും ടൈം വർക്കിംഗ് ടൈം ആണ്. അപ്പോൾ ആ ഒരു ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് വളരെയധികം താങ്ക്സ് ഫോർ ദ ഓക്കെ, താങ്ക്സ്. ഓക്കെ ഓക്കെ സർ.